നമസ്കാരം. യൂട്യൂബിൽ ഇപ്പോൾ ഒരുപാട് ചാനലുകൾ സ്ട്രൈക്ക് വരികയും ഡിമോണിറ്റൈസ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പ്രശ്നം കൂടുതലും ഉണ്ടാകുന്നത് ഫേസ്ലെസ് ചാനലുകളിലാണ്. എന്തുകൊണ്ടാണ് ഫേസ്ലെസ് ചാനലിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നത്? മുമ്പോട്ടുള്ള സമയത്ത് ഫേസ്ലെസ് ചാനലുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? ഇങ്ങനെയുള്ള പല സംശയങ്ങൾ പലർക്കും ഉണ്ട്. അതേപോലെ ഫേസ്ലെസ് ചാനലുകൾ ഇപ്പം റൺ ചെയ്യിപ്പിക്കുന്ന പല ആളുകളുണ്ട്. അവർ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട്. അവർക്കും ഒരു പേടിയുണ്ട്, അവരുടെ ചാനൽ മുമ്പോട്ടുള്ള സമയത്ത് ടെർമിനേറ്റ് ആവുമോ അല്ലെങ്കിൽ ഡിമോണിറ്റൈസ് ആവുമോ എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഫേസ്ലെസ് ചാനലുകളിൽ ഈ ഒരു പ്രശ്നം എന്തുകൊണ്ടുണ്ടാകുന്നു, അതേപോലെ തന്നെ എങ്ങനെ ഈ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും, എങ്ങനെ യൂട്യൂബിൽ നിന്ന് ഫേസ്ലെസ് ചാനലുകളിലൂടെ ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പം ഈ ഒരു ഇഷ്യൂ ഉണ്ടാകാനുള്ള മെയിൻ കാരണം നമ്മുടെ ചാനലിന്റെ പ്രശ്നം ആകാൻ വഴിയില്ല. യൂട്യൂബ് ചില പോളിസീസിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോളിസീസ് ഇപ്പം നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഡിമോണിറ്റൈസ് ആവുകയും അതേപോലെ ടെർമിനേറ്റ് ആവുകയോ അല്ലെങ്കിൽ സ്ട്രൈക്ക് വരികയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫേസ്ലെസ് ചാനലുകളുടെ ഫ്യൂച്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ മുമ്പോട്ടുള്ള സമയത്ത് ഫേസ്ലെസ് ചാനലുകൾക്ക് നല്ല സാധ്യതയുണ്ട്. നമ്മൾ യൂട്യൂബിന്റെ ഈ പറഞ്ഞ പോളിസീസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ലെസ് ചാനലുകൾക്ക് നല്ല സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ ഫേസ്ലെസ് ചാനലുകൾ വാച്ച് ചെയ്യുന്നവരുണ്ട്. നമുക്കറിയാം, മലയാളത്തിൽ തന്നെ ഒരുപാട് ഫേസ്ലെസ് ചാനലുകളുണ്ട്. അപ്പൊ ഇതിലൊക്കെ നല്ല റീച്ച് കിട്ടുന്ന ചാനലുകളുണ്ട്. അപ്പം അതിന്റെ സാധ്യതയ്ക്ക് ഒരു കുറവില്ല. ഇങ്ങനെയുള്ള കണ്ടന്റുകൾ കാണാനായിട്ട് ആളുകളും ഫേസ്ലെസ് ചാനലുകളിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഇൻഓതന്റിക് കണ്ടന്റ് അപ്ലോഡ് ചെയ്യാൻ പാടില്ല. റീയൂസ്ഡ് കണ്ടന്റ്, ലോ എഫോർട്ട് കണ്ടന്റ്, കണ്ടന്റ്, സ്ലൈഡ് ഷോ കണ്ടന്റ്, മൈൻഡ്ലെസ് കണ്ടന്റ്, ഇങ്ങനെയൊക്കെയുള്ള കണ്ടന്റുകൾ ഒന്നും തന്നെ നമുക്ക് മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യാൻ, പക്ഷേ ഇതൊന്നും മോണിറ്റൈസ് ആകത്തില്ല. നമുക്കറിയാം, യൂട്യൂബിൽ ഒരുപാട് വീഡിയോ കാറ്റഗറി ഉണ്ട്. ഫേസ്ലെസ് ചാനൽ ഉണ്ട്, അതേപോലെ ഫേസ് കാണിച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റുകളുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് നിങ്ങളൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഫേസ്ലെസ് ചാനലാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫേസ്ലെസ് കണ്ടന്റുകൾക്ക് പറ്റിയ ഒരു കാറ്റഗറിയും അതേപോലെ ഇതുപോലെ ഫേസ് കാണിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയും ഉണ്ട്. അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയി പോയി കഴിഞ്ഞാലും നമുക്ക് ഓഡിയൻസിനെ കിട്ടാതെ വരും, നമുക്ക് വ്യൂ കിട്ടാതെ വരും. അപ്പം നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ വരും. അതായത് ഫേസ്ലെസ് ചാനലിന് വേണ്ടിയുള്ള കണ്ടന്റ് ആയിരിക്കണം നിങ്ങൾ കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. അതായത് ഫേസ് കാണിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു വീഡിയോ അത് ഫേസ്ലെസ് ആക്കിയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ റീച്ച് വരാനുള്ള സാധ്യത കുറവാണ്. അതേപോലെ തന്നെ ഫേസ്ലെസ് ആയിട്ട് ചെയ്യേണ്ട കണ്ടന്റ് നമ്മൾ ഫേസ് കാണിച്ചുകൊണ്ട് ഇതുപോലെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്ന കണ്ടന്റ് ഫേസ്ലെസ് ആയിട്ടുള്ള ആ ഒരു കാറ്റഗറിയിൽ അത് സക്സസ് ആകുമോ ഇല്ലയോ, അങ്ങനെയുള്ള കണ്ടന്റുകൾക്ക് സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഫേസ്ലെസ് ചാനലുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ചില കാറ്റഗറി നിങ്ങൾക്ക് പറഞ്ഞുതരാം. മോട്ടിവേഷണൽ വീഡിയോസ് നമുക്ക് ഫേസ്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റും. സ്റ്റോറി ടെല്ലിംഗ് വീഡിയോസ്, നോളജ് വീഡിയോസ്, ഫാക്ട് വീഡിയോസ്, ഡോക്യുമെന്ററി വീഡിയോസ്, ടെക് ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ നമുക്ക് ഫേസ്ലെസ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർത്ത് വെക്കുക, ഫേസ്ലെസ് കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്ന ആ കാറ്റഗറി നമ്മൾ എടുക്കുന്നത് കറക്റ്റ് ആയിരിക്കണം. ഈ ഒരു ഫേസ്ലെസ് ചാനൽ നിങ്ങൾ റൺ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ചാനൽ നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, ഫേസ്ലെസ് ചാനലുകളിൽ പ്രത്യേകിച്ച് ഇതേപോലെ ഒരു കണക്ഷൻ, അതായത് ഓഡിയൻസും ക്രിയേറ്ററുമായിട്ടുള്ള ഒരു കണക്ഷൻ അവിടെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ടു ഫേസ് ഉള്ള ഒരു പരിപാടി അല്ലാത്തതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ്, പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറുള്ള സ്ക്രിപ്റ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഈ സ്ക്രിപ്റ്റിംഗിലാണ് ഫേസ്ലെസ് ചാനലിന്റെ എല്ലാ പരിപാടിയും കിടക്കുന്നത്. പ്രോപ്പർ സ്ക്രിപ്റ്റിംഗിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആളുകൾ എൻഗേജ് ആവും. അതല്ല നമ്മൾ എന്തെങ്കിലും മൈൻഡ്ലെസ് ആയിട്ടുള്ള രീതിയിലാണ് വീഡിയോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഫേസ്ലെസ് ചാനൽ സക്സസ് ആകാനുള്ള സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ ഫേസ്ലെസ് ചാനലുകളുടെ എഡിറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഓരോ 5 അല്ലെങ്കിൽ 10 സെക്കൻഡിനും അതിൽ കാണിക്കുന്ന വിഷ്വൽസും ടെക്സ്റ്റും അതേപോലെ തന്നെ ക്യാപ്ഷൻസും ഒക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണം. അതായത് ഒരാളിരുന്ന് ഇപ്പൊ ഞാൻ ഇരുന്ന് പറയുന്ന രീതിയിലുള്ള ഒരു, ഇപ്പൊ എന്റെ കൈ അനങ്ങുന്നുണ്ട്, എന്റെ തല അനങ്ങുന്നുണ്ട്, ഇത് മൂവ്മെന്റ് ഈ സ്ക്രീനിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഞാൻ പല ബീറോൾസും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം ഫേസ്ലെസ് ചാനലിൽ വരുന്നില്ല. ഫേസ്ലെസ് ചാനലിലെ വീഡിയോകൾ ഒരാൾ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ആയിട്ടുള്ള എഡിറ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ വിഷ്വൽസ് മാറി മാറി വരണം, എന്നാലേ ആളുകൾ എൻഗേജ് ആകത്തുള്ളൂ, കാണുന്നവർക്ക് അത് ഇഷ്ടപ്പെടുത്തുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള ഒരു എഡിറ്റിംഗ് ഒക്കെ നമ്മൾ ഫേസ്ലെസ് ചാനൽ വീഡിയോസിലേക്ക് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. അടുത്തായിട്ട് ഫേസ്ലെസ് ചാനലിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വെച്ചുള്ള വീഡിയോസ് ഫേസ്ലെസ് ചാനലിൽ എങ്ങനെയായാലും യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ അൾട്ടേർഡ് കണ്ടന്റുകൾ, അതായത് റിയൽ ലൈഫിൽ എക്സിസ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള കണ്ടന്റുകൾ വെച്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അൾട്ടേർഡ് കണ്ടന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ യൂട്യൂബിലുണ്ട്. അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു കാര്യം നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് അത് ഐഡന്റിഫൈ ചെയ്ത് അത് യൂട്യൂബ് എനേബിൾ ചെയ്യും. ഈ അൾട്ടേർഡ് കണ്ടന്റ് യൂസ് ചെയ്തിട്ട് അത് നോ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡിമോണിറ്റൈസ് ആവുമെന്നോ സ്ട്രൈക്ക് വരുമെന്നോ യൂട്യൂബിന്റെ പോളിസിയിൽ എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളൊരു കാര്യം വയലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ എന്റെ സൈഡിൽ നിന്ന് ഊഹിച്ച് പറഞ്ഞതാണ്. ചുരുക്കി പറഞ്ഞാൽ ഫേസ്ലെസ് ചാനൽ ആയതുകൊണ്ട് ലേസി കണ്ടന്റോ അല്ലെങ്കിൽ ലോ എഫോർട്ട് കണ്ടന്റോ ഫുൾ കണ്ടന്റോ അപ്ലോഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇനി അത് നടക്കത്തില്ല. അതായത് കണ്ടന്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ കണ്ടന്റിൽ നമ്മളുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആ വീഡിയോയിലുണ്ട്. അതായത് ഹ്യൂമൻ കോൺട്രിബ്യൂഷൻ ഇല്ലാത്ത വീഡിയോ ആണെങ്കിൽ ഡിമോണിറ്റൈസ് ആവും. ഫുൾ കണ്ടന്റുകൾ മോണിറ്റൈസ് ചെയ്യാനായിട്ട് യൂട്യൂബിൽ പറ്റത്തില്ല. അപ്പം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ നമ്മുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ
ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നല്ല രീതിയിൽ റീച്ച് വരാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചാനലുകളിൽ നമുക്ക് ആഡ്സൻസിൽ നിന്ന് പൈസ കിട്ടും, അഫിലിയേറ്റിൽ നിന്ന് കിട്ടും, സ്പോൺസർഷിപ്പിൽ നിന്നും പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം എല്ലാ രീതിയിലും പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗം ഫേസ്ലെസ് ചാനലിലുണ്ട്. നിങ്ങൾക്ക് ഒരു ഫേസ്ലെസ് ചാനൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അക്കാര്യം വീഡിയോയുടെ താരം മറക്കാതെ കമന്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുന്നതിനോടൊപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.